ഗുഡ് മോർണിംഗ്. CPM നേതാക്കൾ വീട് വീടാനന്തരം സന്ദർശിക്കുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും കാര്യങ്ങൾ തിരക്കാനുമൊക്കെയാണ്. നമ്മൾ ഈ കാര്യം ശരിക്കും നന്നായി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അവർ വരുമോ വരില്ലേ എന്നോ എനിക്കറിയില്ല. CPM മാത്രമല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ വീട്ടിൽ സന്ദർശിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങളാണ് ആദ്യം പറയേണ്ടത്. ജലം, റോഡ്, മാലിന്യം, ഗതാഗതം എന്നീ അടിസ്ഥാന വിഷയങ്ങളാണ് ആദ്യം നിങ്ങൾ അവരോട് പറയേണ്ടത്. പിന്നെ വൈദ്യുതി ചാർജ് വർധന, നികുതി വർധന, ജീവിത ചെലവ് ഉയരുന്നത്, ഇവയെക്കുറിച്ചും നിങ്ങൾ തുറന്ന് ചോദിക്കണം. ചിലപ്പോൾ അവർ പറയുമായിരിക്കും കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് വൈദ്യുതി ചാർജ് വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ട കുറേ കാര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കങ്ങളല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തി ഞങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് അവരോട് പറയണം. പിന്നെ അവർ ചിലപ്പോൾ ഒരു ന്യായീകരണം പറയും, നിങ്ങൾക്ക് പെൻഷൻ കൂട്ടി തന്നില്ലേ. അപ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി, വൈദ്യുത ചാർജും നികുതിയും എല്ലാം നിങ്ങൾ തന്നെയാണ് വർദ്ധിച്ചത്. അത് കൊടുക്കാനായിട്ട് പെൻഷൻ തുക തികയുന്നില്ല എന്ന കാര്യം കൂടി പറയണം. ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ചെലവുകൾക്ക് മാറ്റവും വരുന്നില്ല, കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുറേ മുമ്പ് 600 രൂപ പെൻഷൻ വാങ്ങിച്ച സ്ഥിതി ഇപ്പോൾ 2000 രൂപയ്ക്ക് പെൻഷൻ കിട്ടുമ്പോൾ ആ ഒരു പെൻഷൻ തുക നമ്മുടെ ജീവിത ചെലവ് അസാമാന്യമായി വർദ്ധിച്ചിരിക്കുന്നത്. ആ ഒരു തുക കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊക്കെ ഇവരോട് കാര്യങ്ങൾ പറയണം. ഇനി എൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് 3 വർഷം മുമ്പാണ് എന്ന് തോന്നുന്നു, ഒരു പൈപ്പ് വെള്ള പ്രശ്നത്തിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഞാൻ ഈ വിരിക്കാൻ വരുന്ന ഒരു CPM അധികൃതരാണ്, CPM നേതാക്കളാണ്, അവരത് ഞാനിത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു 3 വർഷം മുമ്പ് അവർ ഇത് ഏകദേശം വെള്ളം തന്നിരുന്ന വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വാങ്ങിച്ചാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഈ വെള്ള പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിനുള്ള തുകയും എല്ലാം കെട്ടി ഇവിടേക്ക് പൈപ്പ് ഇടാനൊക്കെ നമ്മൾ, അത് നല്ലൊരു കാര്യം. പക്ഷെ അത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? എല്ലായിടത്തും വെള്ളം കിട്ടണം എന്നുള്ള ബോധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു വരൾച്ച വന്നിരുന്നു. ആ സമയത്ത് കിണറൊക്കെ വെട്ടി. അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ പൈപ്പ് വെള്ളം കൊണ്ട് മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വെള്ളം മാസത്തിൽ 2 തവണയായിട്ടൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഇവർ പിരിച്ചിരുന്നത് ഒരു മാസത്തിൽ ഫുൾ തുകയാണ്. എന്ന് പറഞ്ഞാൽ 230 രൂപ ഇവർ പിരിച്ചു. ഞാനത് ചോദ്യം ചെയ്തു, അതെന്തൊരു അവസ്ഥയാണ്? ഒരു മാസത്തിൽ 2 തവണ വെള്ളം വരുമ്പോൾ നിങ്ങൾ എന്നിങ്ങനെ ഇത് ചെയ്യുന്നു? അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. കാര്യം പറഞ്ഞാൽ അവർ പറഞ്ഞത്, ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് അടച്ചാലേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെള്ള കണക്ഷൻ കട്ട് ചെയ്യുക. നമുക്ക് വെള്ള കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ സഹായിച്ച 230 രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ ഈ ആവശ്യമായി ആളുകളുമായിട്ട് പോയി. അവർക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്, ഭയമാണ്. അവർ പറഞ്ഞു അയാളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് അയാളെന്താ അപ്പോൾ തിരിച്ചു പറയുന്നു അറിയില്ല. ഞാൻ പറയാനുള്ളത്, ജനങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു അവർ ഭവനം സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, അവരോട് തർക്കിക്കുക. ഈ ഒരു സമയത്ത് അവർ കാര്യങ്ങൾ ചെയ്തു തരും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ എന്തിനെ ഭയപ്പെട്ടിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിന് ഒരു 6 മാസം മുമ്പാണ് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിയോട് വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും നടപ്പാക്കുന്നുള്ളൊരു പദ്ധതി ഉണ്ട്, ഫോൺ നമ്പർ ഇട്ട്. അപ്പം അങ്ങനെ ആകസ്മികമായി ഞാൻ ഫേസ്ബുക്കിൽ ആ ഒരു ഫോൺ നമ്പർ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, എൻ്റെ വൈഫ് പോകുന്നത് തെങ്കരയിലൊരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ തെങ്കര സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഈ അവിടുത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഭയങ്കരമാണ്. 2 വർഷമൊക്കെ ആയിട്ട് മോശമായ രീതിയിലാണ്.
അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ അത് ചാടി ചാടി കഴുത്ത വേദനയൊക്കെ സ്ഥിരം അവൾക്ക് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് മാറിയൊന്നുമില്ല. അത് ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ റോഡിലുള്ള ശോചനീയാവസ്ഥ പരിഹരിച്ചാൽ മാത്രമേ ഈ കഴുത്ത് വേദന മാറുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു. അവർ വിളിച്ച് മാന്യമായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണോ NH ആണോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കാര്യമായിട്ട് അറിയില്ല, നിങ്ങളത് അന്വേഷിക്കുക, അത് അന്വേഷിച്ച് കഴിഞ്ഞ് അതിനെപ്പറ്റി ശക്തമായ നടപടി എടുക്കുക. ഇത് ഞാൻ ഈ ഒരു കാര്യവും പറഞ്ഞു. വൈഫിൻ്റെ ഇങ്ങനെ മെഡിക്കലിലേക്ക് നല്ലപോലെ കാശ് ചിലവഴിക്കുകയും ഉണ്ടായി. അപ്പോൾ അവർ എന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തു. വീണ്ടും അപ്ഡേറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2-3 വട്ടമൊക്കെ അവർ വിളിച്ചു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാൻ. പക്ഷെ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് ആണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അതിനുശേഷം പിന്നെ അവർ അത് കഴിഞ്ഞ ശേഷം ആ ഒരു തെങ്കര റോഡ് പൂർത്തിയായതിനു ശേഷം അവരെന്നെ വീണ്ടും വിളിച്ചു. അവർ വീണ്ടും ഇത് പൂർത്തിയായിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം. അപ്പം ഞാൻ വളരെ ബഹുമാനപൂർവ്വം താങ്ക് യു, വളരെ നന്ദിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ രീതിയിൽ അവരോട് പറഞ്ഞു. ഞാനിത് പറയാൻ വന്നത് ഈ ഇലക്ഷൻ സമയത്തെ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയുള്ളൂ. ഏതൊരു ഭരണകൂടമാണെങ്കിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ആ ഭരണകൂടം ചെയ്യണം. നിങ്ങളത് പരമാവധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഇക്കാര്യങ്ങൾ അത്ര സാരമായിട്ട് എടുത്തില്ല. നമ്മൾ ജനങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഇതിൻ്റെ കാര്യത്തിൽ വോട്ട് അവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കാതിരിക്കുകയോ എന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനമാണ്. പക്ഷെ നമ്മൾക്ക് തരുന്ന ഇതുപോലെ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ എന്നാൽ മാത്രമേ നമ്മൾ ഒരു വോട്ട് നമുക്ക് എന്താ പറയുക ഒരു പൗരെന്നുള്ളൊരു ബാധ്യതയുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാട്ടിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യണം. വിമർശിക്കുന്നിടത്ത് വിമർശിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞ ഒരു സിനിമ കണ്ടിരുന്നു, സർക്കാർ എന്ന സിനിമ. അതിൽ വിജയ് ഒരു ഇതുപോലത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ മത്സരിച്ച് കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തി പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അത് അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വിജയനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ രീതിയിൽ വാർത്തുന്നത്. അപ്പം വിജയ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ വിജയ് അത് മാറി നിന്നു. വിജയ് പറഞ്ഞു അതിലൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക്. ഞാനത് പ്രാവർത്തികമാക്കുന്ന ഒരാളാണ്. അപ്പോൾ വിജയ് ആ ഒരു ചേരിയിൽ നിന്ന് മാറി വേറൊരു ചേരിയിൽ തന്നെ ഇനി ഞാൻ നിങ്ങളെ ജയിപ്പിച്ചിരുന്നു, ഇനി എൻ്റെ റോള് നിങ്ങളുടെ ഒപ്പമല്ല, എതിർ ചേരിയിലാണ്, ഞാനായിരിക്കും നിങ്ങളെ വിമർശിക്കുന്നത് എന്ന്. അതാണ് ഓരോ പൗരനും ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഭരണകൂടത്തെ ശ്ലാഘിച്ചുകൊണ്ട് മാത്രമല്ല വിമർശനവും ഉണ്ടാവണം. പ്രതിപക്ഷത്തിന് ചിലപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല, ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഭവന വിസിറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങളുടെ വിമർശനങ്ങളാണ്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു തോന്നലുണ്ടാവുള്ളൂ ഇവിടെ ശരിയല്ല നടക്കുന്നത്. അത് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.